അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടു. അപകട കാരണം ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതാണ്. ടേക്ക് ഓഫിന് മുമ്പ് തന്നെ സ്വിച്ച് ഓഫായി. വിമാനം പറന്ന് 32 സെക്കൻഡ് മാത്രമാണ്. വിമാനത്തിന്റെ ഒരു എഞ്ചിൻ പ്രവർത്തിച്ചത് സെക്കൻഡുകൾ മാത്രം. രണ്ടാമത്തെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാനായില്ലെന്നുമാണ് കണ്ടെത്തൽ. പൈലറ്റുമാരുടെ സംഭാഷണവും പുറത്തുവന്നു. എന്തിനാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയതെന്ന് പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്. താൻ ഓഫാക്കിയിട്ടില്ലെന്ന് സഹ പൈലറ്റിന്റെ മറുപടിയും വിമാനം പക്ഷേ ഇടിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായിരുന്നില്ലെന്നും കണ്ടെത്തലുണ്ട്. പേരുകളുമായി സജു തോമസ് ചേരുന്നു. സജു, പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് കാരണം എന്നുള്ളത്, അപകടത്തിന് കാരണമായ സൂചനകൾ ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. പക്ഷേ ഇത് ആരാണ് കാരണം എന്നതിലേക്കും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതുമൊക്കെ ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടിലുള്ളത് എന്തൊക്കെയാണ്, ഇനി എങ്ങനെയൊക്കെയാണ് അന്വേഷണങ്ങൾ? ധന്യ, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ എന്തായാലും സാധിക്കില്ല. എന്തായാലും ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ധന സംവിധാനം, അതായത് വിമാനത്തിന്റെ 2 എഞ്ചിനിലേക്കുമുള്ള ഇന്ധന സംവിധാനം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ രണ്ടും അത് കട്ട് ഓഫ് ചെയ്ത നിലയിൽ, അത് ഓഫ് ചെയ്ത നിലയിലായിരിക്കും. സ്വാഭാവികമായിട്ടും വിമാനത്തിൻ്റെ എഞ്ചിൻ സ്വിച്ചുകൾ, പ്രത്യേകിച്ച് ഇന്ധനത്തിൻ്റെ എഞ്ചിൻ സ്വിച്ചുകളൊക്കെ മാനുവലായിട്ടാണ് ഓഫ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക് ഓഫ് ആവുന്ന ഒരു സ്വിച്ചുകളല്ല. അപ്പോൾ മാനുവലായിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ പൈലറ്റുമാർ തന്നെ ഓഫ് ചെയ്യണം. സാധാരണ ഇത് ഓഫ് ചെയ്യപ്പെടുന്നത് വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് യാത്രക്കാരില്ല. യാത്രക്കാർ എത്തുന്നതിന് മുൻപാണ് വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നത്. അത് ഇന്ധനം നിറയ്ക്കുന്നത് പൈലറ്റുമാർ 2 പേര്, പ്രത്യേകിച്ച് മെയിൻ പൈലറ്റ് ഈ ഇന്ധനം ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തി ഇന്ധനത്തിൻ്റെ ക്വാളിറ്റി അത് എത്രയാണെന്ന് ടെസ്റ്റ് ചെയ്ത് അത് 80% കൂടുതൽ അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ വിമാനത്തിൽ ഇന്ധനം പോലും നിറയ്ക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പൈലറ്റുമാർ, പ്രത്യേകിച്ച് 10,000 മണിക്കൂറുകൾക്കും 8,000 മണിക്കൂറുകളും 11,000 മണിക്കൂറുകളും വിമാനം പറത്തി പരിചയമുള്ള 2 പൈലറ്റുമാരാണ് ഈ വിമാനം പറത്തിയിരുന്നത്. അപ്പോൾ വിമാനം പറന്ന് 600 അടി ഉയരത്തിലെത്തിയപ്പോൾ തന്നെ ഈ വിമാനം തകർന്നു വീഴാൻ കാരണമായത് 2 എഞ്ചിനിലേക്കുമുള്ള ഇന്ധനം നിലച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ എഞ്ചിനിലുള്ള റിസർവ് ഇന്ധനത്തിൽ നിന്നാണ് ഈ വിമാനം റൺവേയിലൂടെ ഓടി അത് ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്തത്. ഈ ടേക്ക് ഓഫ് ചെയ്ത് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ, അതായത് 32 സെക്കൻഡുകൾ മാത്രമേ ഈ വിമാനം അന്തരീക്ഷത്തിൽ നിന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. ഈ വിമാനം പറത്തുന്ന പൈലറ്റുമാർക്ക് നൽകുന്ന പ്രാഥമിക പഠനത്തിൽ തന്നെ അവർക്ക് വ്യക്തമാക്കുന്നുണ്ട് ഓരോ വിമാനത്തിൻ്റെയും ഓരോ വിമാന കമ്പനിയുടെ മോഡൽ അനുസരിച്ച് അതിൻ്റെ വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി, അതുപോലെ തന്നെ വിമാനത്തിൻ്റെ എഞ്ചിൻ എത്ര സമയം കൊണ്ട് ലക്ഷ്യപ്രാപ്തി എത്താൻ വേണ്ടി അത് ഓണാവും, അതായത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് എത്രത്തോളം പവർ ഈ എഞ്ചിൻ സ്വായത്തമാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് അടിസ്ഥാന പഠനമാണ്. ഈ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ എൻജിൻ ഓഫാക്കി 2.5 മിനിറ്റ് വേണം പിന്നെ ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ വേണ്ടി. അതായത് ഓഫ് ആക്കിയതിനു ശേഷം ഓൺ ആവണമെന്നുണ്ടെങ്കിൽ 2.5 മിനിറ്റ് വേണം. അപ്പോൾ ഇതിൻ്റെ 2 എഞ്ചിനുകളും ഓഫായി പോയ സ്ഥിതിക്ക് ഇതിൻ്റെ റാം സംവിധാനം, അതായത് അഡീഷണൽ ബാറ്ററി സംവിധാനമാണ്, അഡീഷണൽ ജനറേറ്ററാണ് ഈ റാം എന്ന് പറയുന്നത്. ഈ എഞ്ചിൻ കറങ്ങി തുടങ്ങിയത് ഈ ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതൊരു മാനുവലായിട്ട് ഇത് ആര് ഓഫ് ചെയ്തു എന്നുള്ളത് ഈ പൈലറ്റുമാർ തമ്മിൽ സംസാരിക്കുന്ന ശബ്ദശകലങ്ങളും ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെയും പുറത്ത് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുമ്പോൾ സഹ പൈലറ്റ് പറയുന്നുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ശബ്ദ സന്ദേശം വരെ പുറത്ത് വന്നിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും കോക്പിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സ്വിച്ചുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലേക്കാണോ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുക? എന്താ അവിടെ സംഭവിച്ചത്? അതിന് ബ്ലാക്ക് ബോക്സ് പൂർണ്ണമായിട്ട് ഡീകോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിൽ എന്തൊക്കെയാണ് സംഭാഷണങ്ങൾ ഉണ്ടായത് എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇനി അതിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുക? ധന്യ, ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണെന്ന് പറഞ്ഞാണ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു സാങ്കേതിക പിഴവ് മാത്രമല്ല. അതായത് ഈ സ്വിച്ച് രണ്ടും അത് ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം ഓഫ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതിൽ ഇപ്പോഴും അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. വലിയ ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് ലോകത്തെ നടക്കി 260 പേരുടെ മരണത്തിനിടയ്ക്ക് അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ ചുരുളഴിയണമെങ്കിൽ ആര് ഈ സ്വിച്ച് ഓഫായി, അതായത് ഈ സ്വിച്ച് ഓഫായതിനു ശേഷം
കോക്പിറ്റിൽ അതിന്റെ ബ്ലിങ്കിങ് ലൈറ്റുകൾ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല, അങ്ങനെയുള്ള ചില സാങ്കേതിക കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രണ്ടുപേരും വളരെ വലിയ പരിചയ സമ്പന്നരായിട്ടുള്ള രണ്ട് പൈലറ്റുമാരായിരിക്കും. ഇത് എന്തുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല? വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനടി തന്നെ ഇതിന്റെ റാറ്റ് സംവിധാനം ഓൺ ആക്കിയെങ്കിലും വിമാനത്തിന് പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കാൻ അല്ലെങ്കിൽ അത്ര ഒരു പവർ വീണ്ടും സ്വായത്തമാക്കാൻ വിമാനത്തിന് എഞ്ചിനുകൾക്ക് സാധിച്ചില്ല. ഉടൻ തന്നെ രണ്ട് സ്വിച്ചുകളും ഓൺ ആക്കിയെങ്കിലും 13 സെക്കൻഡുകൾ വേണം വീണ്ടും ഈ എഞ്ചിന്റെ ചൂട് കുറഞ്ഞ് വീണ്ടും ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ, അതായത് ഇതിന്റെ ഒരു സ്പീഡ് കൈവരിക്കണമെങ്കിൽ 13 സെക്കൻഡുകൾ വേണം. ആ 13 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെയാണ് ഈ വിമാനം തകർന്നു വീഴുന്നത്. അതായത് ആകെ ഈ വിമാനം പറന്നുയർന്ന് 32 സെക്കൻഡുകൾക്കുള്ളിൽ 600 അടി താഴ്ചയിലേക്ക് ഈ വിമാനം പതിക്കുകയായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ അന്വേഷണം നടക്കേണ്ടത് ഇത് ആര് ഓഫ് ചെയ്തു, അത് എങ്ങനെയാണ് ഓഫ് ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അതെന്തായാലും പ്രധാനമായിട്ടും ഇനിയിപ്പോൾ ലഭിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബ്ലാക്ക് ബോക്സ് റീകോഡ് ചെയ്യുന്നതിലൂടെയാണ്. സാധാരണ ഒരു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് റീകോഡ് ചെയ്യണമെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞ ഒരു 3 മാസമെങ്കിലും വേണ്ടിവരും. ഇപ്പോൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണെന്നാണ് ഇപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതിലൊരു നിഗമനത്തിലെത്താൻ സാധിക്കില്ല. പക്ഷേ ഇതെങ്ങനെയാണ് ഇത്ര വലിയൊരു സാങ്കേതിക പിഴവ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം വളരെ പ്രധാനമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. വലിയ ദുരൂഹതയുണ്ട്, വലിയ ആശങ്കയുമുണ്ട്, ആശ്ചര്യവുമുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സംഭവിച്ചു, അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ കൃത്യമായ വിവിധ തലത്തിലുള്ള അന്വേഷണങ്ങൾ വിവിധ ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആരുടെ ഭാഗത്തു നിന്ന് എങ്ങനെ പിഴവുണ്ടായി എന്നതാണ് അറിയേണ്ടത്. സംഭവം നടന്ന് 1 മാസം പിന്നിടുമ്പോഴാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.